ചോദ്യം നമ്പർ 94. ദേവീഗ്രാമം എന്ന ചെറുകഥ എഴുതിയത് ആര്? ചന്ദ്രമതി. ദേവീഗ്രാമം എന്ന ചെറുകഥ എഴുതിയത് ചന്ദ്രമതി. ചോദ്യം നമ്പർ 95. സമസ്ത കേരളം പിയോ എന്ന കവിത രചിച്ചത് ആര്? ഡി വിനയചന്ദ്രൻ. സമസ്ത കേരളം പിയോ എന്ന കവിത രചിച്ചത് ഡി വിനയചന്ദ്രൻ. ചോദ്യം നമ്പർ 96. ഇക്കണ്ടക്കുറുപ്പ് കഥാനായകനായ ആദ്യകാല മലയാള ചെറുകഥ? വാസനാവികൃതി. ഇക്കണ്ടക്കുറുപ്പ് കഥാനായകനായ ആദ്യകാല മലയാള ചെറുകഥ വാസനാവികൃതി. ചോദ്യം നമ്പർ 97. താഴെ പറയുന്നവയിൽ എ അയ്യപ്പൻ പത്രാധിപരായിരുന്ന മാസിക ഏത്? അക്ഷരം. എ അയ്യപ്പൻ പത്രാധിപരായിരുന്ന മാസിക അക്ഷരം. ചോദ്യം നമ്പർ 98. എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികളുടെ ഗണം ഏത്? വിഷകന്യക, ഒരു തെരുവിൻ്റെ കഥ, നൈൽ ഡയറി. വിഷകന്യക, ഒരു തെരുവിൻ്റെ കഥ, നൈൽ ഡയറി. ഇത്രയുമാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികളുടെ ഗണമായിട്ട് വരുന്നത്. ചോദ്യം നമ്പർ 99. ശങ്കരാചാര്യരെക്കുറിച്ച് മലയാളത്തിൻ്റെ തല എന്ന കവിത രചിച്ചത് ആര്? വള്ളത്തോൾ. ശങ്കരാചാര്യരെക്കുറിച്ച് മലയാളത്തിൻ്റെ തല എന്ന കവിത രചിച്ചത് വള്ളത്തോൾ. ചോദ്യം നമ്പർ 100. നളചരിതം ആട്ടക്കഥയിലെ കഥാപാത്രം? ഋതുപർണൻ. നളചരിതം ആട്ടക്കഥയിലെ കഥാപാത്രം ഋതുപർണൻ. ചോദ്യം നമ്പർ 101. റുബായിയാത്ത് എന്ന പേർഷ്യൻ കാവ്യത്തിൻ്റെ വിവർത്തനമല്ലാത്ത കൃതി ഏത്? ജീവിത സമരം. റുബായിയാത്തിൻ്റെ വിവർത്തന കൃതികളാണ്, റുബായിയാത്തിന് ഉണ്ടായ പരിഭാഷകളാണ് മധുരോത്സവം, ജീവിതോത്സവം, രസികരസായനം. ചോദ്യം നമ്പർ 102. അമ്മ മലയാളം എന്ന കവിത രചിച്ചത് ആര്? കുരീപ്പുഴ ശ്രീകുമാർ. അമ്മ മലയാളം എന്ന കവിത രചിച്ചത് കുരീപ്പുഴ ശ്രീകുമാർ. ചോദ്യം നമ്പർ 103. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്നറിയപ്പെടുന്ന 4 ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്ന കൃതി ഏത്? ഭഗവതം. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്നറിയപ്പെടുന്ന 4 ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്ന കൃതി ഏത്? ഭഗവതം. താഴെ പറയുന്നവയിൽ പൈതൃക കലാരൂപം എന്ന നിലയ്ക്ക് യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലയേത്? മുടിയേറ്റ്. താഴെ പറയുന്നവയിൽ പൈതൃക കലാരൂപം എന്ന നിലയ്ക്ക് യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലയാണ് മുടിയേറ്റ്. ചോദ്യം നമ്പർ 105. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം എന്ന് പ്രഖ്യാപിച്ച കവി? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം എന്ന് പ്രഖ്യാപിച്ച കവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ചോദ്യം നമ്പർ 106. ലീലാതിലകത്തിലെ അധ്യായങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരെന്ത്? ശില്പം. ലീലാതിലകത്തിലെ അധ്യായങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് ശില്പം. ചോദ്യം നമ്പർ 107. ഡെത്ത് ഓഫ് ദി ഓതർ ആരുടെ കൃതിയാണ്? റൊളാങ് ബാർത്ത്. ഡെത്ത് ഓഫ് ദി ഓതർ റൊളാങ് ബാർത്തിൻ്റെ കൃതിയാണ്. ചോദ്യം നമ്പർ 108. യഥാർത്ഥത്തിൽ ഒരു അലങ്കാരമായി പരിഗണിക്കേണ്ടതില്ല എന്ന് പറയപ്പെടുന്ന അലങ്കാരം ഏത്? സ്വഭാവോക്തി. യഥാർത്ഥത്തിൽ ഒരു അലങ്കാരമായി പരിഗണിക്കേണ്ടതില്ല എന്ന് പറയപ്പെടുന്ന അലങ്കാരം സ്വഭാവോക്തി. ചോദ്യം നമ്പർ 109. താഴെ പറയുന്നവയിൽ അർദ്ധസമവൃത്തത്തിന് ഉദാഹരണം ഏത്? വിയോഗിനി. വിയോഗിനി ഒരു അർദ്ധസമവൃത്തമാണ്. ചോദ്യം നമ്പർ 110. ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ ശാകുന്തള വിവർത്തനം? കേരള ശാകുന്തളം. ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ ശാകുന്തള വിവർത്തനമാണ് കേരള ശാകുന്തളം. ചോദ്യം നമ്പർ 111. ദ്രാവിഡ മൂലഭാഷയ്ക്ക് ആറ്റൂർ നൽകിയ പേരെന്ത്? മുത്തമിഴ്. ദ്രാവിഡ മൂലഭാഷയ്ക്ക് ആറ്റൂർ നൽകിയ പേര് മുത്തമിഴ്. ചോദ്യം നമ്പർ 112. തളിർ എന്ന മാസിക ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. തളിർ എന്ന മാസിക കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്നതാണ്. ചോദ്യം നമ്പർ 113. ദി ഫെമിനൈൻ മിസ്റ്റിക് എന്ന കൃതി എഴുതിയത് ആര്? ബെറ്റി ഫ്രൈദാൻ. ദി ഫെമിനൈൻ മിസ്റ്റിക് എന്ന കൃതി എഴുതിയത് ബെറ്റി ഫ്രൈദാൻ. ചോദ്യം നമ്പർ 114. കുട്ടികളുടെ നാടകവേദിയായ രംഗപ്രഭാത് ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം. കുട്ടികളുടെ നാടകവേദിയായ രംഗപ്രഭാത് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം. ചോദ്യം നമ്പർ 115. ചേരുംപടി ചേർക്കുക. എ ഞാൻ, ബി എന്നിലൂടെ, സി കാലപ്പകർച്ചകൾ, ഡി എൻ്റെ കഥ. 1 കുഞ്ഞുണ്ണി, 2 മാധവിക്കുട്ടി, 3 NN പിള്ള, 4 ദേവകി നിലയംകോട്. ശരിയായ ഉത്തരം ബി, ഓപ്ഷൻ ബി ആണ്. എ 3, ബി 1, സി 4, ഡി 2. ഞാൻ NN പിള്ള. ഞാൻ NN പിള്ള. എന്നിലൂടെ കുഞ്ഞുണ്ണി. എന്നിലൂടെ
കുഞ്ഞുണ്ണി, കാലപ്പകർച്ചകൾ, ദേവകി നിലയങ്കോട്, എൻ്റെ കഥ, മാധവിക്കുട്ടി. ഞാൻ NN പിള്ള, എന്നിലൂടെ കുഞ്ഞുണ്ണി, കാലപ്പകർച്ചകൾ, ദേവകി നിലയങ്കോട്, എൻ്റെ കഥ, മാധവിക്കുട്ടി. ചോദ്യം നമ്പർ 116. കാവുങ്കര ഭാർഗവി എന്ന് താഴെ പറയുന്ന ഏതു നാടകത്തിലെ നടിയായിരുന്നു? കാവുങ്കര ഭാർഗവി തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിലെ നടിയായിരുന്നു. കാവുങ്കര ഭാർഗവി തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിലെ നടിയായിരുന്നു. ചോദ്യം നമ്പർ 117. വെട്ടും തിരുത്തും, രക്തം കലർന്ന മണ്ണ് എന്നീ ചെറുകഥാ സമാഹാരങ്ങൾ രചിച്ചതാര്? വയലാർ രാമവർമ്മ. വെട്ടും തിരുത്തും, രക്തം കലർന്ന മണ്ണ് എന്നീ ചെറുകഥാ സമാഹാരങ്ങൾ രചിച്ചത് വയലാർ രാമവർമ്മ. ചോദ്യം നമ്പർ 118. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പാണിനീയ പ്രദ്യോതം എന്ന വ്യാകരണ കൃതിയുടെ കർത്താവ് ആര്? IC ചാക്കോ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പാണിനീയ പ്രദ്യോതം എന്ന വ്യാകരണ കൃതിയുടെ കർത്താവ് IC ചാക്കോ. ചോദ്യം നമ്പർ 119. റോബർട്ട് കാൽഡ്വെലിൻ്റെ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് എന്ന കൃതിയെ ദ്രാവിഡ ഭാഷാ വ്യാകരണം എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആര്? ഡോക്ടർ SK നായർ. റോബർട്ട് കാൽഡ്വെലിൻ്റെ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് എന്ന കൃതിയെ ദ്രാവിഡ ഭാഷാ വ്യാകരണം എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ഡോക്ടർ SK നായർ. ചോദ്യം നമ്പർ 120. ചേരുംപടി ചേർക്കുക. A. പേശാമടന്ത, B. ആലപ്പുഴ വെള്ളം, C. പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരം, D. നിന്നെക്കുറിച്ചെഴുതുമ്പോൾ. 1. അമൃത, 2. VM ഗിരിജ, 3. ജ്യോതിബായി പരിയാടത്ത്, 4. അനിത തമ്പി. ശരിയായ ഉത്തരം ഓപ്ഷൻ C. A 3, B 4, C 2, D 1. പേശാമടന്ത, ജ്യോതിബായി പരിയാടത്ത്, ആലപ്പുഴ വെള്ളം, അനിത തമ്പി. ആലപ്പുഴ വെള്ളം, അനിത തമ്പി. പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരം, VM ഗിരിജ. പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരം, VM ഗിരിജ. നിന്നെക്കുറിച്ചെഴുതുമ്പോൾ, അമൃത. നിന്നെക്കുറിച്ചെഴുതുമ്പോൾ, അമൃത.